നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM-ൽ ഇപ്പോഴും അവസാന വാക്ക് മറ്റാരുമല്ല, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് CPM നേതാക്കൾക്കുണ്ടായിരുന്നത്. ഒരു ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള സ്വതന്ത്രം വേണം, അതല്ല മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്വതന്ത്രം വേണം, അതല്ല മുസ്ലിം സമുദായത്തിൽ നിന്നും പാർട്ടി ചിഹ്നത്തിന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വേണം. ഇതൊക്കെയായിരുന്നു പല വിധത്തിലുള്ള അഭിപ്രായങ്ങളായിട്ട് ഉയർന്നു വന്നതെന്ന് CPM കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നു. എന്നാൽ പിണറായി വിജയൻ ഒറ്റ വാക്കേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. അത് അവിടെ M സ്വരാജ് സ്ഥാനാർത്ഥിയാകണമെന്നാണ്. M സ്വരാജ് സ്ഥാനാർത്ഥിയാകണമെന്ന് പിണറായി വിജയൻ പറഞ്ഞതിന് ശേഷം പിന്നെ ആ പാർട്ടിയിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഉടൻ തന്നെ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. സ്വരാജിൻ്റെ പേര് നേരത്തെ തന്നെ പിണറായി വിജയൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. 2 മാസം മുമ്പ് തന്നെ സ്വരാജിനെ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ചുമതലകൾ ഏൽപ്പിച്ച് അങ്ങോട്ട് അയക്കുമ്പോൾ തന്നെ സ്വരാജിന് പിണറായി വിജയൻ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു, സ്വരാജ് തന്നെയായിരിക്കും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെന്ന്. കാരണം M സ്വരാജിനെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നതും പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യമായിരുന്നു. M സ്വരാജ് അടക്കമുള്ള യുവ നേതാക്കളെ പുതിയ ചുമതല നൽകി പാർട്ടിയുടെ പ്രധാന ഘടകങ്ങളിലേക്ക് നിയോഗിക്കണമെന്നുള്ളത് പിണറായി വിജയൻ്റെ മാത്രം ആശയമായിരുന്നു. പിണറായി ഒഴിച്ചുള്ള നേതാക്കളെല്ലാം ഈ പുതിയ നേതാക്കളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ നേതാക്കളെ അത്രയ്ക്കങ്ങ് ഉൾക്കൊള്ളാത്തവരായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ സ്വരാജിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ സ്വരാജ് അടക്കമുള്ള നേതാക്കളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന് അവർക്ക് പുതിയ പുത്തൻ ചുമതല നൽകി പാർട്ടിയുടെ ഭാഗമാക്കി, പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പിണറായി വിജയൻ ദൃഢനിശ്ചയമെടുത്തിരുന്നു. കാരണം 3-ാം ഊഴം വേണമെന്ന് പിണറായിക്ക് നിർബന്ധമുണ്ട്. 3-ാം ഊഴം പിണറായി ഭരണത്തെ കിട്ടണമെങ്കിൽ പുതിയ നേതൃനിരയുടെ മുഖം ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കണം. അതിനുള്ള തന്ത്രമാണ് ഇപ്പോൾ പിണറായി വിജയൻ ഒരുക്കുന്നത്. നിലമ്പൂരിൽ M സ്വരാജിനെ മത്സരിക്കാൻ ഇറക്കിയതിൻ്റെ പിന്നിലും ഈ 3-ാം ഊഴം എന്നുള്ള സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് പകുതിയിലധികം സീറ്റുകളിൽ M സ്വരാജിനെ പോലെയുള്ള ചെറുപ്പക്കാരെ നിർത്തി മത്സരിപ്പിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അങ്ങനെ നിർത്തി മത്സരിപ്പിച്ചാൽ ആ സീറ്റുകളെല്ലാം ചെറിയ മാർജിനിലാണെങ്കിൽ പോലും കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ CPM-നെ തന്നെ നിലനിർത്താൻ പറ്റുമെന്നാണ് പിണറായി വിജയൻ കരുതുന്നത്. അതുകൊണ്ട് 2026 തിരഞ്ഞെടുപ്പിൽ പുതിയ മുഖങ്ങളെ, പാർട്ടിയിലെ പ്രഗത്ഭരായ ചെറുപ്പക്കാരുടെ യുവനിരയെ അണിനിരത്തിക്കൊണ്ട് വീണ്ടും 3-ാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം കൈയേൽക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പിണറായി വിജയൻ നടത്തുന്നത്. കാരണം ഈ പുതിയ നേതാക്കളെല്ലാം ജനങ്ങളെ അഭിമുഖീകരിക്കാനും ജനങ്ങളുമായി ശക്തമായി ആശയവിനിമയം നടത്താനും പഴയ നേതാക്കളെക്കാൾ അപേക്ഷിച്ച് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടാനുള്ള കഴിവും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ഇത്തരം ആളുകളെ മുൻപിൽ നിർത്തിക്കൊണ്ട് 2026 തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് പിണറായി വിജയൻ്റെ തന്ത്രം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് നമ്മൾ കണ്ടത്. M സ്വരാജ് സ്ഥാനാർത്ഥിയാകുമെന്ന് പല CPM നേതാക്കൾ പോലും കരുതിയില്ല. ഉന്നത CPM നേതാക്കൾ ഒഴിച്ച് ബാക്കി ആർക്കും അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഈ M സ്വരാജിൻ്റെ കാര്യത്തിൽ. എന്നാൽ മുഖ്യമന്ത്രി സ്വരാജ് വേണമെന്ന് ഉറപ്പിക്കുകയായിരുന്നു. നിലമ്പൂർ മാത്രമല്ല, ഇനി പ്രധാനപ്പെട്ട CPM ലക്ഷ്യപ്പെടുന്ന സീറ്റുകളിലെല്ലാം സ്വരാജിനെ പോലെയുള്ള ചെറുപ്പക്കാരെ നിർത്തി മത്സരിപ്പിച്ച് പൊതുജന സമ്മതിയുള്ള ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നുള്ള ആ ചെറുപ്പക്കാരെ നിർത്തി മത്സരിപ്പിച്ച് ആ സീറ്റ് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നതാണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന തന്ത്രം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ 3-ാം ഊഴം ഭരണത്തിലുണ്ടാകൂ എന്ന് പിണറായി വിജയന് നന്നായി അറിയാം. അതുകൊണ്ട് നിലമ്പൂർ പിണറായിയുടെ 3-ാം ഊഴത്തിൻ്റെ ടെസ്റ്റ് ഡോസാണെന്ന് പറയേണ്ടി വരും.